സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വ്യാപക നാശനഷ്ടം. ഇടുക്കിയിൽ രാത്രിയാത്രാ നിരോധനം. നിയന്ത്രണം മലയോര മേഖലയിൽ വൈകിട്ട് 7 മുതൽ രാവിലെ 6 വരെ. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം പടരുന്നു. കനത്ത ജാഗ്രതാ നിർദ്ദേശം. വീട്ടാവശ്യത്തിനുള്ള പാചകവാതക വിലയിൽ വർധനവ്. ഗാർഹിക സിലിണ്ടറിന് 29 രൂപ കൂടി 951 രൂപയായി. 3 മാസത്തിനിടെ കൂടിയത് 2 തവണ. വർധനവിന് കാരണം ഹോർമൂസ് പ്രതിസന്ധിയെന്നും അയൽ രാജ്യങ്ങളെക്കാൾ ഇന്ത്യയിൽ വില കുറവെന്നും പെട്രോളിയം മന്ത്രാലയം. പാവങ്ങളുടെ പണം കൊണ്ട് പണക്കാരുടെ ഖജനാവ് നിറയ്ക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് കോൺഗ്രസ്. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 മണി വരെ. അപേക്ഷിച്ചത് 1 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ കൂടുതൽ തെളിവുകൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി എറണാകുളം PMLA കോടതിയിൽ ഹർജി. ആവശ്യപ്പെട്ടത് വീണയും CMRലുമായുള്ള കരാർ ഉൾപ്പെടെ 134 രേഖകൾ. സ്നേഹം നഷ്ടമായാൽ ജീവിതം തന്നെ നഷ്ടമാകുമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. അറിവിനും കഴിവിനുമുപരി സാഹചര്യങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യണമെന്നും നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കുന്നവർ ലാഭത്തെ മറക്കുന്നുവെന്നും അമ്മ. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവം 2ാം ദിവസം തുടരുന്നു. അമ്മയുടെ ദർശന പുണ്യം തേടി ഭക്തജന പ്രവാഹം. ബന്ധുനിയമന വിവാദത്തിൽ രാജി. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് ബെന്നി തോമസ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രിയതാരം മടങ്ങി. സലിം കുമാറിന് ആദരാഞ്ജലി അർപ്പിച്ച സാംസ്കാരിക കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകി ജന്മനാട്. അനുശോചിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ. ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്നതിന് ഇറാന് നിബന്ധനകൾ വെച്ച് അമേരിക്ക. മത്സര ദിവസം രാവിലെ എത്തി രാത്രി മടങ്ങണമെന്ന് കർശന നിർദ്ദേശം. ഇറാൻ ടീം അമേരിക്കയിലെത്തേണ്ടത് മെക്സിക്കോയിലെ ക്യാമ്പിൽ നിന്ന്. അപലപിച്ച ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ. സഖ്യകക്ഷികളുടെ അതൃപ്തിക്കിടെ നാളെ ഇന്ത്യ മുന്നണി യോഗം. കോൺഗ്രസിനെതിരെ CPM അടക്കം പ്രതിഷേധം അറിയിക്കും. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിൽ JMMന് അതൃപ്തി. യോഗത്തിൽ പങ്കെടുക്കാൻ മമതാ ബാനർജി ഡൽഹിയിൽ. DMK വിട്ടുനിൽക്കും. 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് ജയറാം രമേശ്. സ്റ്റോറി ഓഫ് ദി ഡേ. കാക്കാം ഈ പ്രകൃതിയെ കണ്ടലിലൂടെ.